അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളിസിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. പെയിൻറ്റിങ് അവർ തൃശ്ശൂരിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ വാക്സും അതുപോലെ തന്നെ പോളിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തു. ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. അതിനുശേഷം നമുക്കിവിടെ വന്നിരിക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ അല്ല, മോഡിഫിക്കേഷൻ തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഈ സ്കേർട്ട്, ലിപ്പ്, അതുപോലെ ലൈറ്റിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻറ്റീരിയലാണ് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. നല്ലൊരു എമൗണ്ട് തന്നെ ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയലാണ് കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്നത്. സെയിം നമ്മുടെ പാത്തുവിൻ്റെ സ്റ്റൈലിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അത് ഇട്ടിരിക്കുന്ന എല്ലാതും നമ്മൾ ബ്രാൻഡഡ് ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ എക്സ്ട്രാ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ പാത്തുവിൽ വരുന്ന പോലെ അതേ ടൈപ്പിൽ തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ പ്ലേറ്റിൽ നമ്മുടെ ഒരു ബാഡ്ജിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ബാഡ്ജിങ് അതിനകത്ത് ഓട്ടോ ടെസ്റ്റ് എന്നുള്ള ബാഡ്ജിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു GRൻ്റെ ഒരു ലോഗോയും അതിനകത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ബമ്പറിലൊരു ടൊയോട്ടയുടെ ഒരു ലോഗോയും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട്, ലിപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ സ്കേർട്ടിൽ നമ്മളൊരു DRLും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലിപ്പ് ചെയ്തേക്കുന്നത് ബ്ലാക്കിലാണ്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിക്വസ്റ്റാണ്. അത് ബ്ലാക്കിൽ തന്നെ മതി എന്നുള്ളൊരു റിക്വസ്റ്റ് കൊണ്ട് നമ്മളത് ബ്ലാക്കിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൽ DRL ട്യൂബ് ടൈപ്പ് നമ്മുടെ വണ്ടിയിൽ എങ്ങനെയാണോ വരുന്നത് ആ ഒരു ടൈപ്പിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോണറ്റ് എല്ലാം നമ്മൾ മാറ്റി ഒറിജിനൽ ലൈറ്റുകൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാത്രം ലുമാക്സ്, ബാക്കിയെല്ലാം നമ്മൾ ഒറിജിനൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെഗോയുടെ ആൻറ്റിന നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ടർ ലുക്ക് നോക്കുമ്പോൾ നമുക്കൊരു പാത്തുവിൻ്റെ അതേ ഒരു ലുക്കിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. ഔട്ടറും ഇന്നറും നമ്മുടെ വണ്ടിയിൽ എന്താണോ ആ ഒരു സെയിം കണ്ടീഷനിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ടറും ഇന്നറും. അതുപോലെ അലോയ് വീല് ടയറുകളൊക്കെ നേരത്തെ തന്നെ ഇതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ അതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതൊക്കെ സെയിം അത് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. വാക്സ് ഇട്ടതുകൊണ്ട് ഓരോരോ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഹൈലക്സ് മിറർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പിൻ്റെ സ്റ്റീല് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് സ്റ്റീൽ വെച്ചിരിക്കുന്നത് ഡബിൾ വരുന്ന ടൈപ്പ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മഡ് ഫ്ലാപ്പും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മഡ് ഫ്ലാപ്പിൻ്റെ അടിയിലൊരു സ്റ്റീലിൻ്റെ പോർഷനും കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഔട്ടർ ഹാൻഡും ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സിൽവർ ഭാഗം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അവർ ഗ്രീൻ എല്ലാം അവർ നേരത്തെ ചെയ്തതാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂളിംഗ് ഫിലിം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 50% ഗ്രീൻ കളർ ഗാർബറിൻ്റെ കൂളിംഗ് ഫിലിമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് നമ്മൾ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഇൻറ്റീരിയറിലാണ് കൂടുതൽ നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കി നോക്കാം. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സെയിം പാത്തുവിൻ്റെ ആ ഒരു ലുക്കിലേക്കാണ് വരുന്നത്. എന്നാലും ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് പറയാനുള്ളത് GRൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലാൻഡ് ക്രൂസറിൻ്റെ. അതേപോലെ തന്നെ ഇത് 2-3 മേക്കിൽ വരുന്നുണ്ട് കേട്ടോ. പല ആൾക്കാരും പല രീതിയിലും പല റേറ്റിലുമാണ് ഉള്ളത്. ചിലവിടെ 40,000, ചിലവിടെ 48,000, ചിലവിടെ 50,000, അതിൻ്റെ മേലെ നേരത്തെയൊക്കെ നല്ല റേറ്റ് കൊടുത്തത്. ഞാൻ നമ്മുടെ വണ്ടിയിൽ ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിലാണ് ആദ്യം GRൻ്റെ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തത്, എൻ്റെ അറിവിൽ കേട്ടോ. അപ്പോൾ അതിൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കൊടുത്ത റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56,000 രൂപയാണ് ഞാൻ അതിന് കൊടുത്ത റേറ്റ് എടുക്കുമ്പോൾ. പിന്നെ കുറഞ്ഞ് ഇപ്പോൾ ഏകദേശം റേറ്റൊക്കെ നല്ലോണം കുറവായിട്ടുണ്ട്. അതേപോലെ 3-4 മേക്കിൽ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓരോരോ പാർട്സ് ആക്സസറീസ് ഐറ്റംസ് എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കണം. അതിൽ പല ക്വാളിറ്റിയിൽ സാധനം വരുന്നുണ്ട്. ഇപ്പോൾ കോപ്പി സാധനങ്ങൾ വരുന്നുണ്ട്, ഡൽഹി മേക്ക് വരുന്നുണ്ട്, പല രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ റേറ്റ് പലവിടെയും പല രീതിയിലാണ്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ആ സെയിം തീമിൽ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു ജീൻസിൻ്റെ ഒരു റെക്സിൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം തീമിൽ തന്നെ നമ്മൾ ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മേലൊരു നമ്മളൊരു കവറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് 2Kയുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡുവൽ നോബ് വരുന്നത് പോലെ. നമ്മൾ ഗിയർ ലിവർ കുറച്ച് ബെൻഡാക്കിയത് കൊണ്ട് നമ്മളത് എവിടെയും ടച്ച് ആവില്ല, കറക്റ്റ് പൊസിഷനിലായിരിക്കും. നമ്മുടെ വണ്ടിയിൽ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് ആൻഡ്രോയിഡ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഇനിയും റിലീസ് ആവാനായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇനിയും അപ്ഡേഷൻ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ടർബോ ചെയ്തു. ഇനിയിപ്പോൾ വേറൊരു കാര്യങ്ങൾ ഏത് വണ്ടിയിൽ ഇല്ലാത്ത എല്ലാ സെറ്റപ്പുകളും നമ്മുടെ കോളിസിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അത് റിലീസ് ചെയ്യുള്ളൂ. ഇപ്പോഴും റിലീസ് ചെയ്യാനായിട്ടില്ല. ഓരോ കാര്യങ്ങൾ വർക്കിംഗ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ വീഡിയോയും കുറവായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരുന്ന വീഡിയോ അത് വേറെ ലെവലായിരിക്കും. അതൊക്കെ പിന്നെ ഇതിനകത്ത് ചെയ്തിട്ടുള്ള നമ്മൾ സെൻട്രൽ കൺസോൾ കാർബൺ ഫൈബറിൻ്റെ ഹൈഡ്രോ ഡിപ്പിംഗ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീറ്ററിൻ്റെ കൺസോളും ആ സെയിം ഒരു ഹൈഡ്രോ ഡിപ്പിങ്ങിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീക്കർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ആ GTOയുടെ JBL സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ പവർ വിൻഡോൻ്റെ കവർ വരുന്ന ഭാഗം നമ്മൾ ഹൈഡ്രോ ഡിപ്പിംഗ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ വണ്ടിയിൽ ആ സെയിം ആംബിയൻസ് ലൈറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൈക്ക് അങ്ങനെ വോയിസിൻ്റെ ഒരു കൺട്രോൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു വോയിസിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ഒരു മോഡലാണ് ഇതിന് ഇട്ടതുകൊണ്ട് ആ ഒരു രീതിയിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സോങ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലോർ മാറ്റ് നോക്കുകയാണെങ്കിൽ സാധാ വിനൽ മാറ്റാണ് ഇട്ടിരിക്കുന്നത്, 70 മാറ്റ് അല്ല. എന്താ വെച്ചാൽ അവർക്ക് അഴുക്കാവുന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മളത് വിനൽ മാറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മേലെ നൂഡിൽസ് മാറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേകൂടെ തന്നെ നമ്മൾ ഈ പവർ വിൻഡോ സിസ്റ്റം നമ്മൾ പിടിപ്പിക്കുന്ന ഹാൻഡിൽ നമ്മൾ ഈ ഒരു റെക്സനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത് പറഞ്ഞാൽ സീറ്റിൻ്റെ അതേ കളറിലാണ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഇതിനൊരു ഡിഫറൻസ് വരുത്താനായിട്ട് നമ്മൾ ഈ ഡാഷ്ബോർഡിൽ ഏതാണോ കളർ കൊടുത്ത് ആ കളർ തീമിലേക്ക് കൊണ്ടുവന്നത്. അതും കാണാൻ നല്ലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ റൂഫ് ടോപ്പ് നമ്മൾ ഈ സീറ്റിൻ്റെ ഏതാണോ മെറ്റീരിയൽ ആ മെറ്റീരിയൽ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ലൈറ്റ്സും നമ്മൾ പാത്തൂലിരിക്കുന്ന സെയിം സാധനം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പോലീസ് ലൈറ്റാണ്. പോലീസ് ലൈറ്റും അതേപോലെ തന്നെ ലൈറ്റ് എന്താ വെച്ചാൽ ബ്രൈറ്റ് ലൈറ്റും ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ മുകളിൽ ഒരു ഫിലിം ഒട്ടിച്ചത് കൊണ്ട് രാത്രി സമയങ്ങളിൽ മാത്രം നമ്മൾ ഇടുമ്പോൾ ഒരു ചെറിയൊരു ബ്ലിങ്കിങ് കിട്ടും. ഇവയായിട്ട് ഇതൊക്കെ നമുക്ക് വെക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഏതൊക്കെ ഉണ്ടോ അതെല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ നോബും അതുപോലെ തന്നെ GR-ൻ്റെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് വീല് വരുന്ന ആ ഒരു GR-ൻ്റെ തന്നെ ഗിയർ നോബും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കവറും ഈ നമ്മുടെ സെൻട്രൽ കൺസോളിൻ്റെ ടോപ്പും സീറ്റിൻ്റെ അതേ ടൂണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ഒരു പില്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിലും ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മാത്രമേ നമ്മൾ ബട്ടർഫ്ലൈ സീറ്റ് ആക്കിയിട്ടുള്ളൂ. ബാക്ക് മൊത്തം നോർമൽ വണ്ടിയിൽ എങ്ങനെയാണോ സ്റ്റോക്ക് വന്നത് ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി ഉള്ളതുകൊണ്ട് അവർ ആ സീറ്റ് ബക്കറ്റ് സീറ്റ് ആക്കണ്ട, ഈ നോർമൽ ബെഞ്ച് സീറ്റിൽ തന്നെ ചെയ്താൽ മതി എന്നുള്ളൊരിത് കൊണ്ട് നമ്മളത് തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ AC മൊത്തം നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂഫ് ലൈറ്റുകൾ 2 മാറിയിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ റൂഫ് ഹാൻഡിലും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ സൺറൂഫ് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ അതേ സെയിം ലുക്കിലേക്ക് തന്നെ വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ട് ലിപ്പ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡബിൾ മഫ്ലർ വരുന്ന ടൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിലൊക്കെ സിംഗിൾ മഫ്ലർ ഇത്തിരി വണ്ണം കൂടിയ ടൈപ്പാണ്. അത് മാറ്റി നമ്മൾ ഡുവൽ ടൈപ്പ് മഫ്ലർ, നമ്മൾ ഹൈഡ്രോ ഡിപ്പിംഗ് വരുന്ന ഡുവൽ ടൈപ്പ് മഫ്ലറാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൽ റൈറ്റ് സൈഡ് നമുക്ക് എക്സോസ്റ്റ് വരുന്നതും ലെഫ്റ്റ് സൈഡ് നമുക്ക് ഡെമ്മി ആയിട്ടാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ലൈറ്റുകൾ നമ്മൾ ഒറിജിനൽ IGL-ൻ്റെ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ്, അതേപോലെ തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റും അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലോഗോ കാര്യങ്ങളെല്ലാം അതേപോലെ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറുടെ പ്രത്യേക റിക്വസ്റ്റാണ് നമ്മുടെ വണ്ടി പോലെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതേ രീതിയിലേക്ക് തന്നെ മാക്സിമം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിതിൽ 360 ക്യാമറ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും അതുപോലെ തന്നെ 2 മിററിലും നമ്പർ പ്ലേറ്റിൽ ബാക്കിലും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് ഓൺ ആക്കിയാൽ തന്നെ സറൗണ്ടിങ് കാര്യങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ ഇതിൽ ഫുൾ റെക്കോർഡിങ്ങും ഉണ്ട്. അതേപോലെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആവും നമുക്ക് കാണില്ല, ഫുൾ റെക്കോർഡിംഗ് വരുന്ന ഒരു ടൈപ്പിലാണ് നമ്മൾ ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം നമ്മുടെ സെയിം അതേ സാധനം തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രീതിക്ക് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1000 ബോക്സ് അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിൽ തന്നെ നല്ല സിസ്റ്റത്തിൽ കസ്റ്റമർ ഇറക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോ ആമ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു മോണോ ആമ്പിന് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. സോണിയുടെ മോണോ ആമ്പ് ഡ്രൈവ് ചെയ്യാനുണ്ട്. അതേപോലെ 2 സബിലേക്ക് 2 സബ്, അതേപോലെ നമ്മുടെ 4 സ്പീക്കേഴ്സ് GTLക്ക് വരുന്ന 4 സ്പീക്കറും സബ് ആമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക് സിസ്റ്റത്തിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി എങ്ങനെ വേണോ അത് രീതിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രീതിക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. എന്തായാലും എന്താ വെച്ചാൽ നമ്മൾ ഇൻറ്റീരിയലും ആ ഒരു ഇതുപോലെ എക്സ്ട്രകൾ വരുന്ന എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇതിനകത്ത്. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I've got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking
taking off in the wind, I gotta make it. I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കാണുന്നവരെ എല്ലാവർക്കും ബൈ.